ഹലോ, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു കുഞ്ഞു ഫ്രോക്കാണ്. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു കുഞ്ഞു ഫ്രോക്ക്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പഴയൊരു ജീൻസും ഇതുപോലെ തന്നെ പഴയ ഒരു ഷർട്ടുമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ ബെല്ലൈക്കണോട് അമർത്തുക. അപ്പോൾ നമുക്ക് ഇത് ആദ്യം കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് ഞാൻ എടുത്തിരിക്കുന്നത് ജീൻസ്. അത്യാവശ്യം വലിയൊരു സൈസിൽ ജീൻസ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്കിത് ഇവിടെ അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് ഈ രണ്ട് ഭാഗത്തെയും ഈ സ്റ്റിച്ച് അഴിച്ചു മാറ്റിയതിന് ശേഷം ഇതൊരു 4 പീസാക്കി മാറ്റാം. സ്റ്റിച്ചൊക്കെ അഴിച്ചെടുത്തിട്ട് നമുക്ക് 4 പീസ് ഇവിടെ കിട്ടിയിരിക്കുകയാണ്. ഇനി നമുക്ക് മെഷർമെൻറ്റ്സ് ഒക്കെ അടയാളപ്പെടുത്താം. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ജീൻസിൻ്റെ ഫ്രണ്ടിലെ പോർഷൻ എപ്പോഴും വീതി കുറവും, ബാക്കിലെ പോർഷൻ വീതി കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ഫ്രോക്കിൻ്റെ ഫ്രണ്ട് ഞാൻ ഈ വീതി കുറഞ്ഞ ഇതിലാണ് അടയാളപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ അത് നമുക്കൊന്ന് ഒരുമിച്ച് വെക്കാം. അത് ഫ്രണ്ട് പോർഷൻ രണ്ടും എടുത്ത് ഒരുമിച്ച് വയ്ക്കുക, അതുപോലെ തന്നെ ബാക്ക് പോർഷനും എടുത്ത് ഒരുമിച്ച് വയ്ക്കുക. അതിന് ശേഷമാണ് നമ്മൾ മെഷർമെൻറ്റ്സ് അടയാളപ്പെടുത്തുന്നത്. ആദ്യം തന്നെ നമ്മൾ വീതി കുറഞ്ഞ ഭാഗത്താണ് മെഷർമെൻറ്റ്സ് അടയാളപ്പെടുത്തേണ്ടത്. അതായത് ജീൻസിൻ്റെ അരഭാഗത്ത് കുറച്ച് വീതി കൂടുതലായിരിക്കും, അവിടെ അടയാളപ്പെടുത്തരുത്. താഴെ കാലിൻ്റെ അവിടെ നിന്നുള്ള ഭാഗമാണ് അടയാളപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫുൾ ലെങ്ത്ത് ഞാൻ എടുത്തിരിക്കുന്നത് 27ആണ്. അപ്പോൾ താഴേന്ന് മെഷർമെൻറ്റ് എടുത്ത് 27 അടയാളപ്പെടുത്തിയതിന് ശേഷം അവിടെ നിന്നാണ് ബാക്കിയുള്ള മെഷർമെൻറ്റ്സ് അടയാളപ്പെടുത്തുന്നത്. മെഷർമെൻറ്റ്സ് ഒക്കെ ഒരുവിധം കഴിഞ്ഞു. ഇനി നമുക്ക് താഴത്തേക്ക് അടയാളപ്പെടുത്തേണ്ട ആവശ്യമില്ല, കാരണം അത്യാവശ്യം ഷേപ്പിലാണ് ഈ തുണിയുള്ളത് താഴത്തേക്ക്. ഇനി നമുക്ക് ആം ഹോൾ തൊട്ടിട്ട് അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് ഷർട്ടിൽ നിന്ന് ഒരു പീസ് കട്ട് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ബാക്ക് പോർഷൻ ഞാനിത് അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റുകയാണ്. അതിനുശേഷം നടു മടക്കുക, എന്നിട്ട് 5 ഇഞ്ച് വീതി, അതായത് മൊത്തത്തിൽ ഒരു 10 ഇഞ്ച് വീതി വരും ഉള്ളൊരു പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ പീസ് എടുത്തിട്ട് ഫ്രണ്ടിൽ ഈ സെൻറ്ററിൽ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കാം.
ഇനി നമുക്ക് ബാക്ക് പോർഷനിലെ സെൻറ്റർ ഒന്ന് കൂട്ടി യോജിപ്പിക്കാം. അതിനുശേഷം ഷോൾഡേഴ്സും കൂടെ ഒന്ന് കൂട്ടി യോജിപ്പിക്കാം. ഇനി നമുക്ക് ഷർട്ടിൻ്റെ ബാക്കിയുള്ള ഫ്രണ്ട് പോർഷൻ എടുത്തിട്ട് അതിനകത്ത് കുറച്ച് ബയസ് കട്ട് ചെയ്തെടുക്കുക. 1.5 ഇഞ്ച് വീതിയിലുള്ള ബയസാണ് ഞാൻ കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. അത് മാക്സിമം എത്ര കിട്ടണോ അത്ര കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഈ ബയസ് പീസ് എല്ലാം കൂട്ടി യോജിപ്പിക്കുക. പിന്നെ നടു മടക്കിയതിന് ശേഷം അത് ഷോൾഡേഴ്സിലും പിന്നെ അതുപോലെ നെക്കിലും സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കാം. ഇനി നമുക്ക് സൈഡും ഒന്ന് കൂട്ടി യോജിപ്പിക്കാം. നമുക്ക് ബാക്കിയുള്ള ഈ കൈ ഭാഗത്തു നിന്ന് ഒരു ബോക്കുള്ള ഒരു പീസും പിന്നെ അതുപോലെ തന്നെ 2 ചെറിയ പോക്കറ്റ് വെക്കാനുള്ള ഒരു പീസും കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇത് നമ്മുടെ ഫ്രോക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. ഒരു പഴയ ജീൻസും പിന്നെ അതൊരു ഷർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ ഇനിയും കാണാവുന്നതായിരിക്കും. ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.